ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. പല വ്യത്യസ്തമായ വിഭവങ്ങളും നമ്മൾ മാജിക് അവനിലൂടെ പരീക്ഷിക്കാറുണ്ട്. ഇതൊക്കെ തന്നെയും നിങ്ങൾ വീടുകളിലും പരീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ബിരിയാണി, പലതരം ബിരിയാണികൾ പരീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും പച്ചക്കറി വിഭവങ്ങളാണെങ്കിലും പുഡിങ്സും, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ തയ്യാറാക്കാൻ നോക്കാറുണ്ട്. അപ്പം ഇതും ഒരു പരീക്ഷണമാണ്. സത്യത്തിൽ നമ്മൾക്ക് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. വിഭവം എന്താണെന്ന് അറിയണ്ടേ? ഇതും ഒരു ബിരിയാണിയാണ്. സേമിയ കൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? വെർമിസിലി അഥവാ സേമിയ. സാധാരണയായിട്ട് സേമിയ നമ്മൾ പായസമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. സ്വീറ്റ് ഉണ്ടാക്കാനാണ് സേമിയ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട്. പിന്നെ ഉണ്ടാക്കും, കേസരി പോലെ ഉണ്ടാക്കും സ്വീറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പായസം, അത് കഴിഞ്ഞാൽ സേമിയ കൊണ്ട് നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കും. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് സേമിയ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബിരിയാണിയും തയ്യാറാക്കാം. അപ്പോൾ വെർമിസിലി അഥവാ സേമിയ ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ചിക്കൻ കൊണ്ടല്ല, മട്ടൺ കൊണ്ടാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. ഇനി മട്ടൺ വേണ്ട എന്നുള്ള ആൾക്കാർക്ക് ഇത് ചിക്കൻ കൊണ്ടും തയ്യാറാക്കാം. എന്തായാലും നമ്മുടെ വെർമിസിലി ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെർമിസിലി അഥവാ സേമിയ 1/2 കിലോ, നാരങ്ങ നീര് 1 നാരങ്ങയുടേത്, സവാള 3 വലുത് കനം കുറഞ്ഞ നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, ആട്ടിറച്ചി 1/2 കിലോ, നെയ്യ് 1/2 കപ്പ്, ഇഞ്ചി അരച്ചത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1.5 ടേബിൾ സ്പൂൺ, പച്ചമുളക് 7 എണ്ണം 2ആയി മുറിച്ചത്, ടൊമാറ്റോ 2 വലുത് നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, അധികം പുളിയില്ലാത്ത തൈര് 1/4 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, സാജീരകം 1 ടീസ്പൂൺ, മുഴുവൻ കുരുമുളക് 1 ടീസ്പൂൺ, പട്ട 2 കഷ്ണം, ഗ്രാമ്പു 6 എണ്ണം, ഏലക്ക 5 6, തേങ്ങ ചെരുകിയത് 1/2 കപ്പ്, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം വെള്ളത്തിൽ കുതിർത്തത്, മല്ലിയില അരിഞ്ഞത് 1/2 കപ്പ്, പുതിനയില 1/4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 1.5 കപ്പ്. അപ്പോൾ നമ്മൾക്ക് വെർമിസിലി കൊണ്ട് ബിരിയാണി തയ്യാറാക്കി തുടങ്ങാം. ആദ്യം വേണ്ടത് സേമിയ വറുത്തെടുത്തതാണ്. അപ്പോൾ റോസ്റ്റഡ് വെർമിസിലി സാധാരണ ഇപ്പോൾ 2 തരത്തിലാണ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നത്. റോസ്റ്റഡ് വെർമിസിലി എന്ന് പറഞ്ഞ പാക്കറ്റിൽ കിട്ടും, അതായത് വറുത്ത സേമിയ. അതല്ലാണ്ട് വറുക്കാത്ത സേമിയയും കിട്ടും. അപ്പോൾ വറുക്കാത്ത സേമിയാണ് വാങ്ങുന്നതെങ്കിൽ അതിനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിക്കുക. എന്നിട്ട് ഒരല്പം നെയ്യ് ഒരു ഉരുളിയിലോ വലിപ്പമുള്ളൊരു ചീനച്ചട്ടിയിലോ ഒഴിച്ചിട്ട് ഇതിങ്ങനെ ഇട്ടിട്ട് വറുത്തെടുക്കണം. ഇത് വറുത്ത സേമിയാണ്, റോസ്റ്റഡ് വെർമിസിലി. അതിവിടെ റെഡി ആയിട്ടിരിക്കുക. ഇനി വേണ്ടത് ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ പോകണം. അടുപ്പ് കത്തിക്കാം. ഇനി നമ്മൾക്ക് ഈ അടുപ്പിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചു, അടുപ്പ് കത്തിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളൊരു മസാല തയ്യാറാക്കാൻ പോകണം. മസാല എന്ന് പറഞ്ഞാൽ ബിരിയാണി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, അതിനൊരു മസാല വേണം അല്ലേ? ഇറച്ചിയുടെ പൊതിഞ്ഞിരിക്കുന്നൊരു മസാല. ആ മസാലയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിലേക്ക് അല്പം നെയ്യ് ഒഴിക്കുക. അപ്പോൾ 1/2 കപ്പ് നെയ്യ് റെഡിയാക്കി വെച്ചേക്കുക. അതിലൊരു 1/4 കപ്പോളം നെയ്യ് ആദ്യം ഒഴിക്കുക. 1/4 കപ്പിനടുത്ത്, ഫുൾ 1/4 കപ്പ് ഒഴിക്കണ്ട. നമ്മൾ 1/2 കപ്പ് നെയ്യ് എടുത്തിട്ട് അതിൽ കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ആദ്യമേ തന്നെ നമ്മൾ ഹോൾ സ്പൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുവനെ ഇടുന്ന മസാല. അപ്പം ഇത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഈ കാര്യങ്ങളൊന്നും പൊടിച്ചല്ല നമ്മൾ ചേർക്കുന്നത്, മുഴുവനെയാണ് ചേർക്കുന്നത്. അപ്പോൾ പട്ടയുടെ ഒരു 2 കഷ്ണം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് 2ആയിട്ട് 3ആയിട്ടും ഒക്കെ മുറിച്ച് ഈ നെയ്യിലേക്ക് ഇടാം. അതാണ് ആദ്യത്തെ കാര്യം. മസാലയുടെ മണം നന്നായിട്ട് വരണ്ടേ. പിന്നെ വേണ്ടത് ഗ്രാമ്പു ഒരു 4-5 ഗ്രാമ്പു, 1 3 4 5 5 6 ഗ്രാമ്പു. അതുപോലെ തന്നെ ഏലക്കയും 5-6 ഏലക്ക. വലിയ ഏലക്കയാണെങ്കിൽ ഒരു 4-5 മതി. ഇതിപ്പോൾ ചെറിയ ഏലക്ക എൻ്റെ കയ്യിൽ, അപ്പോൾ ഒരു 8 എണ്ണം ചേർക്കാൻ പോകാം. വളരെ കുഞ്ഞിതാ. അപ്പോൾ ഹോൾ സ്പൈസസ് ഇത്രയും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു മൂത്ത മണം വരണം. നെയ്യാണ്, അപ്പോൾ നെയ്യിൽ മസാല ഇങ്ങനെ മുഴുവനോടെ ഇടുമ്പോൾ നല്ലൊരു മണം എന്തായാലും ഉണ്ടാകും. പിന്നെ ഏലക്ക പൊട്ടിക്കാണ്ടാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ ചൂടാകുമ്പോൾ ഒന്ന് പൊട്ടിത്തെറിച്ചിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നിൽക്കാം. ഇതിൻ്റെ ഒരു മണം വരട്ടെ. മസാലയുടെ മണം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മളൊരു 4 സവാള, വലിയ സവാളയാണെങ്കിൽ 3 മതിയാകും. ഇടത്തരം സൈസിലെ സവാളയാണെങ്കിൽ ഒരു 4 എണ്ണം അത് അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. ഇത് നീളത്തിന് ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിക്കുക. അതായത് ഒരുപാട് നീളമില്ല, ഒരു സവാള എടുത്തിട്ട് 2ആയിട്ട് മുറിച്ചിട്ട് പിന്നെ അതിനെ ഇങ്ങനെ വീണ്ടും ഒന്ന് കുറുകെ മുറിച്ചിട്ട് സ്ലൈസസ് ആയിട്ട്, അതായത് നീളത്തിന് മുറിക്കുക. അപ്പോൾ പകുതി നീളമുള്ള പീസസ് ആയിട്ട്. സാധാരണ ഒരു സവാളയുടെ നീളമുള്ള പീസ് പറഞ്ഞാൽ ഒരുപാട് നീളം ഉണ്ടാവും. ഇത് അതിന്റെ പകുതി വലിപ്പമേ ഉണ്ടാവുള്ളൂ. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക് കാര്യങ്ങൾ വഴറ്റിയെടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ സവാള, ഇത് 3 വലിയ സവാളയായിരുന്നു. അപ്പം ഇടത്തരം സൈസ് ആണെങ്കിൽ 4 എണ്ണം. അപ്പൊ സവാള നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഈ സവാള വാടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പച്ചമുളകും കൂടി ചേർക്കണം. അതായത് 2ആയിട്ട് മുറിച്ച പച്ചമുളക് 7ഓ 8ഓ. അപ്പൊ നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ മതിയാവും. അത്ര എരിവില്ലാന്നുണ്ടെങ്കിൽ 8 വരെ ചേർക്കാം. 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ മുറിക്കുക. 2ആയിട്ട് പിളർന്നത്. അതും സവാളയുടെ കൂടെ കിടന്ന് വാടി റെഡി ആയിക്കോട്ടെ. ഇതിനോടൊപ്പം ഇനി സവാള പെട്ടെന്ന് ആകാനായിട്ട് ഒരല്പം ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഉപ്പ്, ഒരുപാടൊന്നും വേണ്ട, ഒരല്പം ഉപ്പ്. എന്തായാലും നമ്മുടെ മസാലയിൽ നമ്മൾ ഉപ്പ് ചേർക്കണം. അപ്പോൾ ആ ഉപ്പിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ സവാളയിൽ ഇപ്പോഴേ ചേർക്കുകയാണ്. ഇത് കറക്റ്റായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം. ഭയങ്കര ബ്രൗൺ ആയില്ലെങ്കിലും നിറം മാറി ഒരു ഇളം ബ്രൗൺ കളറായി തുടങ്ങുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ആ സമയം കൊണ്ട് നമ്മളുടെ വെള്ളം തിളയ്ക്കും. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ അതിനകത്തിട്ട് വേവിച്ചെടുക്കണം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പൊ സവാളയുടെ നിറം ചെറുതായി മാറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഇച്ചിരി കൂടെ മൂക്കണം. അപ്പൊ ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളം തിളച്ചു കഴിഞ്ഞു. അപ്പൊ ആദ്യം ഏതാണ് ശരിയായത്? കണ്ടില്ലേ, സവാള നിറം മാറിയില്ല, മാറാൻ തുടങ്ങുന്നേ ഉള്ളൂ, പക്ഷെ വെള്ളം തിളച്ചു. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ സേമിയ, അതായത് വെർമിസെല്ലി, ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അത് വേകട്ടെ. അപ്പോൾ വെർമിസെല്ലി വേകാനായിട്ട് ഇച്ചിരി സമയം കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സവാള മറന്നു പോകരുത്, അതും നോക്കണം. ഇനി ഒരു കാര്യം, അപ്പോൾ വെർമിസെല്ലി നമ്മൾ ഇളക്കി കഴിഞ്ഞു. ഇത് ഒന്നുകൂടി നന്നായിട്ട് തിളച്ച ഏകദേശം ഒരു പകുതി വേഗമായി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കണം. ഏകദേശം എടുക്കാറാകുമ്പോൾ ഊറ്റി മാറ്റുന്ന സമയമാകുമ്പോഴേക്കും നാരങ്ങാനീരും ചേർക്കാം. പിന്നെ ഇനി ഈ മസാല തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് പെരിഞ്ജീരകം 1 ടീസ്പൂൺ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിൻ്റെ കൂടെ സാജീരകം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡാർക്കായിട്ട്, കുറച്ചുകൂടെ ഒരു ബ്രൗൺ കളർ കയറിയിരിക്കുന്ന കുറച്ചുകൂടി മെലിഞ്ഞിട്ടുള്ള ചെറിയ ജീരകമാണ് സാജീരകം. അതും 1 ടീസ്പൂൺ. പെരിഞ്ജീരകം 1 ടീസ്പൂൺ, സാജീരകം 1 ടീസ്പൂൺ. ഈ സാജീരകമൊക്കെ കൂടുതലായിട്ടും നമ്മൾ ബിരിയാണിയിലൊക്കെയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളക്. ഈ 3 കാര്യങ്ങളും കൂടി ചേർത്തിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. അതാണ് ആ മണം, പ്രത്യേക മണം കിട്ടുന്ന മസാലപ്പൊടി. അപ്പം അത് നമുക്കൊന്ന് പൊടിച്ച് റെഡിയാക്കി എടുക്കണം. ഇപ്പം നമ്മളുടെ സേമിയ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. പകുതി വേഗമായി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് നമ്മൾ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കും. ഉള്ളിലേക്ക് പിടിക്കണമല്ലോ. ഇനി ഉപ്പും കൂടി കിടന്ന് ആ ഉപ്പിൽ കിടന്ന് വേകട്ടെ. നമ്മുടെ സവാള ഏകദേശം കളറെല്ലാം മാറിക്കഴിഞ്ഞു. ഇനി ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. സവാളയിലേക്ക് ചേർക്കേണ്ട കാര്യങ്ങൾ: 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചത്, അതിനോടൊപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചത്, ഈ 2 കാര്യങ്ങളും കൂടി കളർ മാറി തുടങ്ങി സവാളയുടെ കൂടെ കിടന്ന് ആ പച്ച ചുവയൊക്കെ മാറി ഒന്ന് വഴണ്ട് വരണം. ഇപ്പം നെയ്യ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം നെയ്യും കൂടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് അപ്പം ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റും ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് പാകത്തിന് വഴണ്ട് അതിൻ്റെ പച്ച ചുവയൊക്കെ മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ 1-2 പൊടികൾ. മഞ്ഞൾപ്പൊടി അതൊരു 1/2 ടീസ്പൂണോളം ചേർക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. പിരിയൻ മുളകായാലും കുഴപ്പമില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല. 1.5 ടീസ്പൂണോളം ചേർക്കാം. പിരിയൻ മുളക് പൊടിയാണെങ്കിൽ 1.5 വരെ ചേർക്കാം. അല്ലാത്ത മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ തന്നെ ചിലപ്പോൾ മതിയാകും.
ഈ മുളക് പൊടിയുടെ ഒരു പച്ചക്കുത്തുണ്ട്, ആ ഒരു പച്ചമണവും മാറണം. മുളക് പൊടിയും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ശരിക്കും തുമ്മാൻ തോന്നുന്ന ഒരു പാകം, അതാണ് മുളക് പൊടി മൂത്തു എന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ, 2 വലിയ ടൊമാറ്റോ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഈ പൊടികളെല്ലാം ഇട്ട് ഇങ്ങനെ കട്ടിയായി വരുന്നൊരു പാകം ആകുമ്പോഴാണ് നമ്മൾ ഈ ടൊമാറ്റോ ചെയ്തത്. അപ്പോൾ ടൊമാറ്റോയുടെ ഒരു ഈർപ്പം ഉണ്ടാവില്ല. ആ ഈർപ്പം ഇങ്ങനെ ആ മുളക് പൊടിയിലൊക്കെ പിടിച്ച് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി തരും. ഇനി ടൊമാറ്റോ ഒന്ന് വെന്ത് കുഴഞ്ഞ് ഇതിൻ്റെ കൂടെ ചേരണം. ആ സമയം കൊണ്ട് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നമ്മുടെ സേമിയ നമുക്ക് ഊറ്റിയെടുക്കണം. 2, ഒരു കാഷ്യൂനട്ട് പേസ്റ്റ്, തേങ്ങയും അണ്ടിപ്പരിപ്പും, ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തതും ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് ഒന്നിച്ചാക്കി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. മഷി പോലെ അരച്ചെടുക്കണം. നമ്മളുടെ അണ്ടിപ്പരിപ്പ് തേങ്ങാ പേസ്റ്റ് ഇവിടെ റെഡി. ഒരു 1/2 കപ്പ് തേങ്ങയും 50 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തതും കൂടി ചേർത്ത് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതും നമ്മളുടെ ഈ മസാലയ്ക്ക് ആവശ്യമുള്ളൊരു ചേരുവയാണ്. ഇവിടെ ഇരിക്കട്ടെ. ടൊമാറ്റോ വെന്ത് കുഴഞ്ഞു തുടങ്ങി. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈര്. അപ്പോൾ തൈരിലെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ 2-3 കാര്യങ്ങൾ, കുറച്ച് മല്ലിയില ചേർക്കാം, കുറച്ച് പുതിന ഇല ചേർക്കാം, പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അണ്ടിപ്പരിപ്പ് പേസ്റ്റ് അതും ചേർക്കാൻ പോവാം. ഇത് തേങ്ങ ചെരുകിയത് ഒരു 1/2 കപ്പ്, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം വെള്ളത്തിൽ കുതിർത്തത്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചിയുടെ കഷ്ണങ്ങൾ. ഇത് ആട്ടിറച്ചിയാണ് 1/2 കിലോ. ഇനി ആട്ടിറച്ചി കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ ഇത് ചിക്കനിൽ ഇതേപോലെ തന്നെ ചെയ്യാം. പക്ഷെ ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ കുക്കറിന്റെ ആവശ്യമില്ല. ഇത് പക്ഷെ നമ്മൾ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. കഴുകി വൃത്തിയാക്കിയ ഇറച്ചിയുടെ പീസും ചേർക്കും. ആട്ടിറച്ചി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. സവാള വഴറ്റിയ സമയത്ത് ഒരല്പം ഉപ്പ് ചേർത്തിരുന്നു, പക്ഷെ അത് പോരാ. ഇറച്ചിക്ക് ആവശ്യമുള്ള ഉപ്പ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ പൊടിച്ചു വെച്ച മസാല. പൊടിച്ചെടുത്തപ്പോൾ ഏകദേശം എത്ര വന്നു നോക്കൂ, 2-3 ടീസ്പൂണോളം വരും. പൊടിക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. നല്ലൊരു മണം. ഇനി ഇതിലേക്ക് ഒരു ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം. വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമ്മളിത് കുക്കറിലേക്ക് മാറ്റണം. ഒരു കുക്കറിലേക്ക് മാറ്റും.